ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ സാറ്റർഡേ മോർണിംഗ് ടിൽ ഈവനിങ് വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഉച്ചയ്ക്കത്തെ ലഞ്ചും പിന്നെ കുറച്ച് ഈവനിങ് സ്നാക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ മക്കൾക്ക് ബൂസ്റ്റാണ് ഉണ്ടാക്കിയത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഞാൻ വൈറ്റ് സോസ് പാസ്തയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അവരുടെ ഫേവറേറ്റാണ്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ ശേഷം ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ്. ഇന്ന് കൊഞ്ച് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഗീ റൈസ് അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കൊഞ്ചിൻ്റെ മസാല കൂടെ റെഡിയാക്കിയിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ റൈസ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗീ റൈസ് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയിരിക്കുമല്ലോ. ഞാൻ കുക്കറിലാണ് ഒറ്റ വിസിലുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഞാൻ പ്രോൺസ് ഒന്ന് ഡീഫ്രോസ്റ്റ് ആവാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി മസാലയ്ക്ക് വേണ്ടുന്ന അതുപോലെ സാലഡിനൊക്കെ വേണ്ടുന്ന കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് വെക്കാം. കുറച്ച് നേരം നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കുക്കുംബർ, ക്യാരറ്റ് ഒക്കെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കും വെള്ളത്തിൽ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബിരിയാണിക്ക് വേണ്ടുന്ന സാലഡിനാണ് കട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ കഷ്ണം സവാളയും പിന്നെ ഒരു ചെറിയ കുക്കുംബറും ഒരു ഹാഫ് പീസ് ക്യാരറ്റ് ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് സാലഡിൻ്റെ കാര്യം അങ്ങ് നോക്കാം വേഗം തന്നെ. പിന്നെ ഇതിലേക്കൊരു പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ സാധാരണ ബിരിയാണിക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും തക്കാളിയും മാത്രം ഇട്ടിട്ടൊക്കെ സാലഡ് ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കുക്കുംബറും ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ പച്ചമുളകൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കാം. കുറച്ച് ലൂസായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ തൈരൊക്കെ ആഡ് ചെയ്തിട്ട് സാലഡ് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു പ്രോൺസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പ്രോൺസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു നൂല് പോലെ ഒരു സംഭവമുണ്ട് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയണം നമ്മൾ. എന്നിട്ട് വേണം പ്രോൺസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ തല സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറെ തന്നെ വറ്റിക്കലാണ്. സാധാരണ വലിയ പ്രോൺസ് മേടിക്കുന്ന സമയത്ത് അതിൻ്റെ തല കളയാറില്ല. അതെടുത്തിട്ട് നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തല ഞാൻ വേറെ തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പം ക്ലീൻ ചെയ്ത പ്രോൺസ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ടുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൽ മീഡിയം സൈസായിട്ടുള്ള 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല സ്ലൈസായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തക്കാളിയും എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇടയിൽ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കുക്കുംബറും ഓറഞ്ചൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്നാക്കായിട്ട്. ഇപ്പം നമ്മൾ മസാല പുരട്ടി വെച്ച പ്രോൺസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോൺസൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഒരു വശം ആയി കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ പ്രോൺസൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ആ സെയിം എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത്, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാൻ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും ചേർത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് ഇനി ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, കാരണം പച്ചമുളകിൻ്റെ എരിവ് അത്യാവശ്യത്തിനുണ്ട്. ഇനി ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് സ്ലൈസ് ചെയ്ത ടൊമാറ്റോ കൂടെ ചേർക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ നല്ല സോഫ്റ്റായി ഒന്ന് കുക്കായിട്ട് വരും. മസാല ഏകദേശം പാകമായിട്ടുണ്ട്. ഇതിൽ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും കൂട്ടത്തിൽ കുറച്ച് ബിരിയാണി മസാല കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്ക് മസാല റെഡി ആയിട്ടുണ്ട്. ചോപ്പ് ചെയ്ത മല്ലിയില കൂടെ ചേർക്കാം. ഇനി നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതിൻ്റെ പുറത്ത് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച റൈസ് ഒന്ന് നിരത്തി കൊടുക്കാം. ഞാനിത് ദം ചെയ്യുന്നത് വേറൊരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടാണ്. ആ ഒരു പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് അതിൻ്റെ പുറത്തൊരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഈ ഒരു ബിരിയാണി പാത്രം വെച്ചിട്ടാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റ്സിന് ശേഷം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഫ്രൈഡ് ഓണിയൻസും അതുപോലെ കുറേ കാഷ്യൂസ് ഒന്നും ചേർത്തിട്ടില്ല. റൈസ് ഉണ്ടാക്കുമ്പോൾ റേസിൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സാലഡും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ നമ്മുടെ ഈവനിങ് സ്നാക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കോഫി, മക്കൾക്ക് ബൂസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു ഹെൽത്തി സ്നാക്കാണ് ഇന്ന് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 2 നേന്ത്രപ്പഴം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് റേസിൻസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈ വട്ടത്തിൽ കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ നെയ്യിൽ നേന്ത്രപ്പഴമൊക്കെ ഇതുപോലെ ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഹെൽത്തിയാണ്. ഇതിലേക്ക് ഈ പഴമൊക്കെ ഒന്ന് നിറമൊക്കെ മാറി വരുമ്പോൾ കുറച്ച് കോക്കനട്ടും അതുപോലെ തന്നെ കുറച്ച് ശർക്കര നമുക്കിങ്ങനെ ചീകിയിട്ട് കൊടുക്കാം. ഷുഗറും ആഡ് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ശർക്കര ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ സ്നാക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ മോൾക്ക് കൊടുത്തു നോക്കി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്നാക്സായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ റെസിപ്പി അല്ലേ. കൂട്ടത്തിൽ ഞാൻ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്നല്ലേ, നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.